ബ്രഹ്മദേവൻ ദേവന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ദിതിയുടെ ഗർഭത്തിൽ വരാൻ പോകുന്നവർ ആരൊക്കെയാണ് എന്നുള്ളത്. അപ്പോഴാണ് നമ്മുടെ സീൻ മാറുന്നുണ്ട് കേട്ടോ. രംഗം മാറുമെന്ന് പറയുമല്ലോ, ഓരോരോ സ്ഥലത്തും ഒരു രംഗം മാറുകയാണ്. ഇതെവിടെയാണ്? നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വൈകുണ്ഠം. വൈകുണ്ഠത്തിൽ വിഷ്ണു ഭഗവാന്റെ പാർഷദന്മാർ പേര് ജയ വിജയൻ, വിശേഷേണ ജയം. നമ്മളെല്ലാവരും ജയ വിജയന്മാരാണല്ലോ അല്ലേ. എന്താണ് ജയ വിജയ എന്ന പദത്തിനർത്ഥം? ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിച്ചവർ ആണ് ജയ വിജയ. ഇന്ദ്രിയ ജയം മനോജയം നേടിയ ആൾക്ക് മാത്രമേ വൈകുണ്ഠത്തിൽ എത്താൻ പറ്റുള്ളൂ. വികുണ്ഠ മതിഹി യത്ര സഹ വൈകുണ്ഠ. അതായത് ബുദ്ധി എവിടെ സ്ഥിരമായിട്ട് നിശ്ചലമായിട്ട് നിൽക്കുന്നു, വികുണ്ഠിതം അതായത് ഇങ്ങനെ ദോഷങ്ങളൊന്നും ഇല്ലാത്ത ആ ബുദ്ധിയാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. അവിടെ ഭഗവാൻ വിഷ്ണു ഭഗവാൻ പ്രകാശിക്കുന്നു. അപ്പം അവിടെ ഇന്ദ്രിയ ജയം മനോജയം നേടിയവരാണ് ജയ വിജയന്മാർ. അപ്പം അവർ നിൽക്കുകയാണ് അവിടെ. അപ്പം ആര് വന്നാലും അവരുടെ അനുമതിയോടുകൂടി മാത്രമേ ഭഗവാനെ കാണാൻ പോകാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം അവരെന്ത് ചെയ്തു? അവർ നിന്ന് ഇത്തിരി ലേശം ഒരു അഭിമാനം വരുമല്ലേ. ഇന്ദ്രിയ ജയം മനോജയം നേടിയ ആൾക്കും അറിയോ ഞാൻ ഇത്ര വലിയ ആളാണ്. ഇന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാവ് ചെവി ത്വക്ക് ഞാൻ പറയാതെ ഒരിടത്തും പോവില്ല. കണ്ണ് അറിയോ, ഞാൻ അറിയാതെ മൂക്ക് ഒരിടത്തും പോവില്ല, ഞാൻ അറിയാതെ മനസ്സ് പോലും പോവില്ല. ഞാൻ മനസ്സിനടുത്ത് പറയും ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സവിടെ നിൽക്കും. അപ്പം ലേശം ഉള്ളിൽ അഭിമാനം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലേ. നമ്മൾ സത്കർമ്മം ചെയ്യുമ്പോഴും ആ എന്ത് സത്കർമ്മം ചെയ്യുന്നു, ഇപ്പം ശ്രവണമായിരിക്കാം, നാരായണ ഇത് പഠിക്കാം, നാരായണീയം നമ്മൾ പഠിക്കുന്നുണ്ടാവാം, ക്ലാസ്സുകൾക്ക് പോകുന്നുണ്ടാവാം, ജപം ചെയ്യുന്നുണ്ടാവാം, ധ്യാനം ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇതിൻ്റെയൊക്കെ കൂടി ചേർന്നിട്ട് ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പം ഞാൻ മറ്റവരെക്കാട്ടിലും ശ്രേഷ്ഠമാണ്, അവരൊക്കെ ലൗകിക തലത്തിൽ നിൽക്കുകയാണ് ഞാൻ. അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആരോടും പറയണ്ട, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയാലുണ്ടല്ലോ അപ്പോൾ പതനം. അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അത് തോന്നിയാലും പറയണം, കാണുന്നവരും ഇതൊന്നും ചെയ്യാത്തവരും ഭഗവത് സ്വരൂപികൾ, ഞാനും അവരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളിൽ ആ ഭാവം ഉടനെ തന്നെ കൊണ്ടുവരണം നമ്മൾ. അപ്പം അങ്ങനെ അവർക്ക് അഭിമാനം വന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? ഒരിക്കൽ ലക്ഷ്മി ദേവി പോലും പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും അവർ തളച്ചു നിർത്തിയല്ലേ. ലക്ഷ്മി ദേവിക്ക് നല്ല വിഷമം ഉണ്ടായി, ദേഷ്യം ഉണ്ടായി. എന്നിട്ട് പോയിട്ട് വിഷ്ണു ഭഗവാനോട് പറഞ്ഞു കൊടുത്തു, ഇതാ കണ്ടോ അവരെ ഇപ്പം അടിച്ച് പുറത്താക്കണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അയ്യേ അത് ശരിയാവില്ല, എന്താണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ എന്ത് പറയും, ഞാൻ ഭാര്യ പറഞ്ഞത് ചെയ്തുകൊണ്ട് നടക്കാണെന്നല്ലേ പറയുള്ളൂ. എന്താണ് അതിന് പേര് പറയാ? പെൺകോന്തൻ. അത് തന്നെ, ഹെൻപെക്കട്, അത് തന്നെ ഹെൻപെക്കട്. അതുകൊണ്ട് അത് ശരിയല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് അവസരം കാത്തു നിൽക്കാം, നമുക്ക് നോക്കാം. അവർ മഹാത്മാക്കളെ ആരെങ്കിലും വരുമ്പോൾ അവരെ തടയാണെങ്കിൽ അപ്പം നമുക്ക് നോക്കാം. കാരണം മഹാത്മാക്കൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ്, അവരുടെ മുഖത്തിലൂടെയാണ് ഞാൻ ഭക്ഷിക്കുന്നത്. എങ്ങനെയാണ് ഭഗവാന്റെ മഹത്വമൊക്കെ അറിയുന്നത്? ആര് മുഖേനയാണ്? അപ്പം നമുക്കും ഭഗവാന്റെ മഹത്വം പറഞ്ഞിരുന്നു. ഇപ്പം ഹരിദാസ്ജി നാരായണീയം ആ അർത്ഥമൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അത് കാരണമാണല്ലോ നമുക്ക് ഇത് ഭഗവാനെ പറ്റി അറിയുന്നതും ആര് മുഖേനയാണ്? മഹാത്മാക്കളിലൂടെയാണല്ലോ. അതുകൊണ്ട് ഭഗവാനും മഹത്വം നൽകുന്നത് മഹാത്മാക്കളാണ്, ഭഗവാൻ ഭക്ഷിക്കുന്നതും വളർന്നു വരുന്നതും മഹാത്മാക്കളിലൂടെയാണ്. അതുകൊണ്ട് മഹാത്മാക്കളാണ് ഭഗവാന്റെ മുഖം എന്ന് പറയാം. അതുകൊണ്ട് പറയാണ് മഹാത്മാക്കളെ ഇവർ ഇത് ചെയ്യുകയാണെങ്കിൽ, ദ്രോഹിക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ലക്ഷ്മി ദേവി ഓരോ പ്രാവശ്യം പുറത്ത് പോയിട്ട് അകത്തേക്ക് വരുമ്പോഴും ഇവരെ കാണുമ്പോൾ ഉള്ളിൽ കലി കയറും അല്ലേ. ഓരോ പ്രാവശ്യം പോയിട്ട് അകത്തേക്ക് വരുമ്പോൾ ഇവരെ കാണുമ്പോൾ തോന്നും, ഇവരെപ്പോഴാണോ അടിച്ച് പുറത്താക്കാൻ പോകുന്നത് എന്ന് മനസ്സിലൂടെ തോന്നലിലൂടെയാണ് അകത്തേക്ക് പോകാൻ. അപ്പോൾ ഒരിക്കൽ ഭഗവാന്റെ സങ്കല്പം എന്ന് തന്നെ പറയാം. ദിതിക്ക് തോന്നിയത് ഭഗവാന്റെ സങ്കല്പത്തിലൂടെയാണല്ലോ. ഇങ്ങനെ അവികലമായ രീതിയിൽ സ്ത്രീ പുരുഷ സംയോഗം നടക്കണം എന്നുണ്ട്, എന്നാലേ ഈ ജയവിജയന്മാർ ജനിക്കുകയുള്ളൂ, ഹിരണ്യാക്ഷ ഹിരണ്യകശിപു രൂപത്തിൽ. അതുകൊണ്ട് ദിതിക്ക് ആ സമയത്ത് ആ സങ്കല്പം തോന്നി. അതേപോലെ സനകാദി ഋഷിമാർ ഭഗവാനെ എപ്പോഴും എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ഋഷിമാരാണ്. പ്രത്യേകിച്ചും അവർക്ക് വൈകുണ്ഠത്തിൽ വന്ന് കാണണമെന്നൊന്നുമില്ല, എന്നാലും അവർക്ക് കാണാനുള്ള സങ്കല്പം വന്നു. അപ്പോൾ എന്ത് ചെയ്തു? അവർ വന്നുവല്ലോ അല്ലേ, അതും ഭഗവാന്റെ ഇച്ഛ എന്ന് പറയാം. അവർ വന്നപ്പോഴത്തേക്കും ആര് തടഞ്ഞു? ജയവിജയന്മാർ അവിടെ തടഞ്ഞപ്പോഴത്തേക്കും കോപം വന്നു അല്ലേ. കോപം, ഒരു സ്വാമിജി പറയാണ്, കോപം ആരാന്നറിയോ? നമ്മുടെ ലക്ഷ്മണൻ രാമാനുജനാണല്ലോ, രാമ അനുജനാണ് ലക്ഷ്മണൻ. അതുപോലെ കാമാനുജനാണ് ക്രോധം, കാമത്തിൻ്റെ അനുജൻ. കാമം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്രോധം വരും അല്ലേ.
നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടില്ല, ആരെങ്കിലും അതിന് തടസ്സം നിന്നുവെങ്കിൽ അപ്പം ക്രോധരൂപം ഉള്ളിൽ അവതരിക്കും. അതേപോലെ അവർക്ക് ആഗ്രഹം ഉണ്ടായി ഭഗവാനെ കാണണമെന്ന്, ആ ആഗ്രഹം പൂർത്തിയായില്ല, അപ്പം എന്തുണ്ടായി? കോപം, കാമാനുജൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു, ദേഷ്യം വന്നു അവർക്ക്. അപ്പം അവർ പറഞ്ഞു ഇങ്ങനെയാണ്, ഭഗവാനെ കാണാൻ തടസ്സം നിൽക്കുന്നുണ്ടല്ലോ, ഇത് ആസുരീക വാസനയുടെ ഒരു ഇതാണ്, സ്പർശം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ആ ആസുര വാസന നിങ്ങൾക്ക് മുഴുവനായിട്ടും നശിപ്പിച്ച് കളയണം, എങ്കിൽ ആസുര യോനിയിൽ നിങ്ങൾ ജനിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശപിക്കുകയാണ്. ശപിച്ചപ്പോഴത്തേക്കും കുറേ ഇങ്ങനെ സൗണ്ടൊക്കെ വരുമല്ലോ അല്ലേ, ദേഷ്യം വന്നിട്ട് സൗണ്ടൊക്കെ വരുമ്പോഴത്തേക്കും എന്തായി? അവിടെ ഉള്ളിൽ നിന്ന് ഭഗവാൻ പാവം അവിടെ ഇരിക്കു പുറത്തിയില്ല, ഭഗവാൻ ഈ ശബ്ദമൊക്കെ കേട്ടപ്പോഴത്തേക്കും ഭഗവാൻ വരികയാണ്. ഭഗവാൻ വന്നപ്പോഴത്തേക്കും സനകാദി ഋഷിമാർക്ക് പരിഭ്രാന്തി വന്നു, യോ ഭഗവാനെ അങ്ങോ. എന്നിട്ട് ഭഗവാൻ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി. അപ്പോൾ ഭഗവാനും സങ്കടം വന്നു അല്ലേ. അപ്പോൾ ഭഗവാൻ എപ്പോഴും ബ്രാഹ്മണരുടെ മഹാത്മാക്കളുടെ സൈഡാണല്ലോ നിൽക്കുന്നത്. ഭഗവാനെ കണ്ടപ്പോഴത്തേക്കും സനകാദി ഋഷിമാർക്ക് ഉള്ളിലൊരു കുറ്റബോധം, നമ്മൾ ചെയ്തത് തെറ്റായി പോയോ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനോട് ഇങ്ങനെ ക്ഷമയ്ക്ക് അപേക്ഷിക്കാൻ പോയപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ചെയ്തത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ബ്രാഹ്മണന്മാരുടെ മഹാത്മാക്കളുടെ മഹത്വത്തിനെ പറ്റിയിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് നിങ്ങൾ ചെയ്തത് തന്നെയാണ് ശരി. പക്ഷേ അവിടെയാണ് ഒരു പക്ഷേ വരുന്നത്. എല്ലാ ലീഡേഴ്സും ഇത് കണ്ടുപഠിക്കേണ്ടതാണ്. എല്ലാ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ നേതാക്കളൊക്കെ എന്താണ് ഭഗവാൻ പറയുന്നത്? നിങ്ങൾ ചെയ്തത് ശരി തന്നെയാണ്, പക്ഷേ ഒരു സേവകൻ തെറ്റ് ചെയ്താൽ അത് നേതാവ് തെറ്റ് ചെയ്യുന്നത് പോലെയാണ്. കാരണം നേതാവ് ശരിക്കുള്ള രീതിയിൽ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടില്ല, ട്രെയിനിങ് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ സേവകൻ തെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സേവകൻ്റെ തെറ്റ് നേതാവിൻ്റെ തെറ്റ് തന്നെയാണ്, പ്രഭുവിൻ്റെ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് അവർ തെറ്റ് ചെയ്തു, അപ്പം ഞാനും തെറ്റ് ചെയ്തതുപോലെ തന്നെയാണ്. അതുകൊണ്ട് എനിക്കും ആ ദണ്ഡന വേണം. അതുകൊണ്ട് അവർക്ക് ശാപം കിട്ടി, അപ്പോൾ എനിക്കും അതിൻ്റെ കൂടെ തന്നെ പോകേണ്ടി വരും. എന്നിട്ട് പ്രത്യേകം അപേക്ഷിക്കുകയാണ്, എന്താണ്? ഒരുപാട് ജന്മമൊന്നും വേണ്ടി വരരുതല്ലോ അല്ലേ. അതുകൊണ്ട് കേവലം 3 ജന്മം. അപ്പോൾ ഭഗവാൻ പറയാണ്, എൻ്റെ സേവകന്മാരായതുകൊണ്ട് അവർ 3 ജന്മം എടുക്കും, എങ്കിൽ ഞാൻ ഒരെണ്ണം കൂടി എക്സ്ട്രാ എടുക്കേണ്ടി വരും അല്ലേ. 4 ജന്മം ഞാൻ എടുക്കേണ്ടി വരും. കാരണം ഞാൻ ആ ഭഗവത്ഗീതയിലെ ആ ശ്ലോകമാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരിക, നമേ ഭക്ത പ്രണശ്യതി. ഭക്തൻ തെറ്റ് ചെയ്താലും ആ ഒരു ഉള്ളിലൊരു ആശ്വാസം നമുക്കുണ്ട്. എന്താണ്? നമ്മൾ എവിടെ പോയാലും ഭഗവാൻ നമ്മളെ ഉദ്ധരിക്കാൻ തീർച്ചയായിട്ടും വരും എന്നുള്ള ഒരു ഉറപ്പ് ഭഗവാൻ അത് തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർ 3 പ്രാവശ്യം ആസുര യോനികളിൽ വന്നു. ഭഗവാൻ 4 പ്രാവശ്യം. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ജന്മം അവരുടെ ജയവിജയന്മാരുടെ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ. അപ്പോൾ ഭഗവാൻ 2 അവതാരങ്ങൾ എടുത്തു. ഒന്ന് വരാഹ അവതാരം, രണ്ടാമത്തത് നരസിംഹ അവതാരം. അവരുടെ 2ാമത്തെ ജന്മം രാവണൻ, കുംഭകർണൻ. അപ്പോൾ ഭഗവാൻ രാമൻ, ശ്രീരാമ അവതാരം. 3ാമത്തെ ജന്മത്തിൽ കംസനല്ല ശിശുപാലനും ദന്തവക്രൻ. അപ്പോൾ ഭഗവാൻ കൃഷ്ണാവതാരം എടുത്തു. അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ സനത്കുമാരൻ, സനകാദികളിൽ ഒരാളായ സനത്കുമാരന് വല്ലാത്ത സങ്കടം വന്നു. പക്ഷേ നമ്മൾ കാരണം ഭഗവാൻ അവതരിക്കേണ്ടി വരുന്നുണ്ടല്ലോ. അപ്പോൾ സനത്കുമാരൻ ഒരു സങ്കല്പം എടുത്തു, ശരി, അപ്പോൾ ഭഗവാൻ തന്നെ അവതരിക്കാൻ പോവാണല്ലോ, അതുകൊണ്ട് ഞാനും ഈ ആസുരിക യോനിയിൽ ഇവർ ജനിക്കുമ്പോൾ ഇവർക്ക് പ്രേരണ നൽകാൻ വേണ്ടി ഞാനും അവതരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ. പക്ഷേ ഇവർ 3 ജന്മം എടുക്കുമെങ്കിൽ ഞാൻ 2 ജന്മമേ എടുക്കുകയുള്ളൂ. കാരണം 3ാമത്തെ ജന്മത്തിൽ എന്തായാലും അവർ തിരിച്ചു വരുമല്ലോ അല്ലേ. അതുകൊണ്ട് ആദ്യത്തെ 2 ജന്മത്തിൽ മാത്രം ഞാൻ കുറച്ച് പ്രേരണ നൽകിയാൽ മതി. അതുകൊണ്ട് 1ാമത്തെ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു ജനിച്ചപ്പോൾ സനത്കുമാരൻ ആരായിട്ട് വന്നു? പ്രഹ്ലാദനായിട്ട് വന്നു. രാവണൻ കുംഭകർണൻ ആയിട്ട് വന്നപ്പോഴത്തേക്കും പരമഭക്തനായ ആരായിട്ട് വന്നു? വിഭീഷണനായിട്ട് വന്നു. ആര്? സനത്കുമാരൻ. അതും കൊള്ളാം അല്ലേ. ഭഗവാൻ സൂപ്പറാണ്, ഭഗവാന്റെ ഭക്തൻ അതിലും സൂപ്പറാണ് അല്ലേ. സുന്ദരം ഈ കാര്യങ്ങൾ. അപ്പം അങ്ങനെയാണ്. അപ്പം ഈ ജയവിജയന്മാരാണ് ആരായിട്ട് വന്നത്? ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു. ആ പദത്തിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ. ഹിരണ്യ അക്ഷൻ, ഹിരണ്യം അക്ഷം, കണ്ണുകൾ ഹിരണ്യം. അപ്പം എവിടെയാണ്? സ്വർണത്തിൽ കണ്ണുകൾ ആർക്കുണ്ടോ അവനാണ് ഹിരണ്യാക്ഷൻ. അപ്പോൾ കൂടുതൽ വേണം, എനിക്കത് വേണം, എനിക്കിത് വേണം. അപ്പം എനിക്ക് കിട്ടിയത് ആർക്കും കിട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് ഭൂമിദേവി രസാതലത്തിലേക്ക് കൊണ്ടുപോയി വെച്ചത് അല്ലേ.
എനിക്കുള്ളത് വേറെ ആർക്കും കിട്ടാൻ പാടില്ല. അതിനാണല്ലോ ലോഭം എന്ന് നമ്മൾ പറയുന്നത്. ലോഭം കൂടുതൽ വേണം, അത്യാഗ്രഹം, അത്യാഗ്രഹം, ദുരാഗ്രഹം, ലോഭം എന്നൊക്കെ നമുക്ക് പറയാം. ഹിരണ്യ അക്ഷൻ. അതുകൊണ്ടാണ് യുദ്ധത്തിന് വേണ്ടിയിട്ട് നടക്കുകയാണ് അല്ലേ. ഇനി നമ്മൾ കാണും ഒരു ഗദയും വെച്ചുകൊണ്ട് എല്ലാവരെയും യുദ്ധത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കും അല്ലേ. വരൂ, എൻ്റെ കൂടെ യുദ്ധം ചെയ്യുന്നോ, എൻ്റെ കൂടെ യുദ്ധം ചെയ്യുന്നോ. ആലോചിച്ചു, നല്ല രസമാണല്ലേ. ആരെങ്കിലും ഗദയും വെച്ചുകൊണ്ട് എൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ വരുന്നോ, എൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ വരുന്നോ. കാണുമ്പോഴേ നമ്മൾ വിറയ്ക്കാൻ തുടങ്ങും അല്ലേ. അങ്ങനെ മൂത്തതാരാണ്? ഹിരണ്യകശിപു. ഹിരണ്യകശിപു, കശിപു എന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്തയാണ്, മെത്ത. ഹിരണ്യം സ്വർണം. അപ്പോൾ സ്വർണ്ണ മെത്ത എന്താണ് അർത്ഥം? സുഖലോലുപത്വം, ഭോഗലാലസൻ, ഭോഗലംബടൻ എന്ന് പറയാം. സുഖഭോഗങ്ങളിൽ മുഴുകി നിൽക്കുന്നവനാണ് ആര്? ഹിരണ്യകശിപു. പക്ഷെ ഹിരണ്യകശിപുവിനും ഉണ്ടായിരുന്നു എന്താണ്? ലോഭവും ദുരാഗ്രഹവും ഒക്കെ. ശക്തിയിലുള്ള ഒരു വിശ്വാസം, തൻ്റെ ശക്തി, രജോ ഗുണത്തിൻ്റെ മൂർത്തിമത് ഭാവം എന്ന് പറയാം. താനല്ലാതെ വേറെ ഒരു ശക്തിയും ആരെയും അംഗീകരിക്കാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഹിരണ്യായ നമഃ എന്ന് മാത്രമേ എല്ലാവരും പറയാൻ പാടുള്ളൂ. ഈശ്വരൻ്റെ അസ്തിത്വത്തിന് ആരെങ്കിലും അംഗീകരിക്കുകയാണെങ്കിൽ അവരെ അപ്പം ചെയ്യും അല്ലേ. അപ്പം അങ്ങനെയാണ് രണ്ടുപേര്. അപ്പം രണ്ടുപേരും ലോഭത്തിൻ്റെ മൂർത്തിമത് ഭാവം. ഒരാൾ കാമ ലംബടൻ എന്ന് പറയാം, സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്നവൻ. രണ്ടാമത്തെ ആള് ലോഭം. അപ്പം ഇത് രണ്ടും ആസുരിക വൃത്തികളാണല്ലോ, ദൈവിക വൃത്തികളിൽ വരില്ലല്ലോ. നമ്മൾ ഭഗവത്ഗീതയിൽ ദൈവാസുര സമ്പത്ത് വിഭാഗ യോഗം എന്ന് പറഞ്ഞ ഒരു അധ്യായം വരുന്നുണ്ട്. അതിൽ വിശദമായിട്ട് ഈ ദൈവിക സമ്പത്തുകൾ, ആസുരിക സമ്പത്തുകളെ പറ്റിയിട്ട് വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ് അത്. ഇതാണ് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു. ഇനി നമുക്ക് ഈ ഒരു സ്കന്ധത്തിൽ ഹിരണ്യാക്ഷൻ്റെ ഉദ്ധാരം അത് മാത്രമേ വരുന്നുള്ളൂ. അപ്പം അതിൽ എന്താ സംഭവിക്കുന്നത്? ഹിരണ്യാക്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗദയും കൊണ്ട് നടക്കുകയാണ്. എന്നോട് യുദ്ധം ചെയ്യാൻ വരൂ, എന്നോട് യുദ്ധം ചെയ്യാൻ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കുള്ളത് വേറെ ആരും കൊണ്ടുപോകാൻ പാടില്ല, ആരും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഭൂമിദേവിയിലുള്ള സമ്പത്ത് മുഴുവനും എനിക്ക് മാത്രം. ഭൂമിദേവിനെ കൊണ്ടുപോയി രസാതലത്തേക്ക് കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ആരും യുദ്ധം ചെയ്യാൻ വരുന്നില്ല. അപ്പോഴാരാ ഉള്ളത്? ഒന്നാമത് അല്ലേ, ഒരു കൽപ്പത്തിൻ്റെ അവസാനമാണല്ലോ. വരുണ ഭഗവാനുണ്ട്, വയസ്സായി ഇങ്ങനെ ഇരിക്കുകയാണ്. വരുണ ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് വരുന്നു എൻ്റെ കൂടെ യുദ്ധത്തിന്. വരുണ ഭഗവാൻ ഒന്നാമത് വയസ്സായി, രണ്ടാമത് പേടിച്ച് വിറച്ച് ഇരിക്കുകയാണ്. അപ്പോൾ പറയാണ്, അയ്യോ എനിക്ക് പറ്റില്ല കുഞ്ഞേ, അത് കണ്ടില്ലേ എനിക്ക് വയസ്സായില്ലേ, ഞാൻ മുടിയൊക്കെ നരച്ചില്ലേ, ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റുക നിന്നോട് കൂടെ. അപ്പം അവൻ ചോദിച്ചു, അപ്പം ആരാ എന്നോടുകൂടി യുദ്ധം ചെയ്യാം? നിന്നോടുകൂടി യുദ്ധം ചെയ്യാൻ ആ പരമാത്മാവ് വരും, പുരുഷോത്തമൻ വരും. പരമാത്മാവോ? പുരുഷോത്തമനോ? അതാര്? ഞാനില്ലാതെ വേറെ എവിടെയാ? വേറെ ഏതാ ഒരു ശക്തിയുള്ള പരമാത്മാവായിട്ടുള്ളൊരു ശക്തി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് യജ്ഞവരാഹമൂർത്തി അവതരിച്ചതും വന്ന് ഭൂമിദേവിയെ രസാതലത്തിൽ നിന്നും മുകളിലേക്ക് പൊക്കി കൊണ്ടുപോയി വെച്ചതും അല്ലേ. അപ്പോഴാണ് മുന്നോട്ട് പോയത്. ഭഗവാൻ ഭൂമിദേവി എടുത്തുകൊണ്ട് പോകുന്ന സമയത്താണ് നിൽക്കൂ എന്തിനാ എടുത്തോണ്ട് പോകുന്നത്? അവിടെ എന്തിനാ എടുത്തോണ്ട് പോകുന്നത്? ഭീരു ഭീരു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാനെ പുറത്തെറിയും വിളിച്ചുകൊണ്ട് ഹിരണ്യാക്ഷൻ പുറകെ പോകുന്നത്. എന്നിട്ട് അവർ തമ്മിലുള്ള യുദ്ധമാണ്, നല്ല രസകരമായ യുദ്ധമാണ്. ഗദ കൊണ്ട് ഭഗവാൻ അവസാനം ചക്രമൊക്കെ എടുക്കും. പക്ഷെ അതൊന്നും ആവശ്യം വന്നില്ല, ഒരു തൊഴി കൊടുത്തു, അത്രയേ ഉള്ളൂ. അവസാനം ആയപ്പോഴത്തേക്കും ഹിരണ്യാക്ഷൻ ഒരു തൊഴി കൊടുത്തു, പന്നി രൂപത്തിൽ തന്നെ ഒരു തൊഴി. ചിലർക്കൊക്കെ അത്ര മതിയല്ലേ തൊഴി, ചിലർക്ക് തൊഴി പോലും വേണ്ട, വാക്കുകൊണ്ട് മാത്രം മതി, മിണ്ടാണ്ടിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി. ചിലർക്ക് അതുപോലെ വേണ്ട, ദേവി ചെയ്തതുപോലെ ഐ ഹൃതി ഹും കൃതി മാത്ര ഹും എന്ന് പറഞ്ഞാൽ തന്നെ മതി. ചില കുട്ടികളെ കണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ മതി. ചിലർക്ക് അത് വേണ്ട, നോട്ടം മാത്രം മതി. നമ്മൾ വെറുതെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നോക്കിയിരിക്കും ഇല്ലേ, പേടിച്ചു പോകുമല്ലോ അല്ലേ. ചിലരൊന്നും അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ, ചിലർക്കൊന്നും പറ്റില്ല. ഇപ്പോഴൊക്കെ വാക്ക് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ചിലപ്പോൾ ഒരു വിലയും ഉണ്ടാവില്ല അല്ലേ. ഒരു തൊഴി മതി, കഴിഞ്ഞു. ഒന്നാമത്തെ ജന്മം, ആസുരീയ വൃത്തിയിൽ യോനിയിലുള്ള ജന്മം പൂർത്തീകരിച്ചു എന്ന് പറയാം. അപ്പം അതാണ് ഹിരണ്യാക്ഷൻ വരാഹം തമ്മിലുള്ള ആ ഒരു സന്ദർഭം. ഇതിലൂടെ 19 അധ്യായങ്ങൾ, ഈ സ്കന്ധത്തിൽ 33 അധ്യായങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 19 അധ്യായങ്ങളിലുള്ള ആസുരീക ആ സർഗത്തിൻ്റെ ആ ഒരു വിഷയം ഇവിടെ കഴിയാണ്. ഇനി വരാൻ പോകുന്നത് ദൈവിക സർഗം. അപ്പം നമ്മൾ ആദ്യം കണ്ടു സ്വായംഭുവ മനു ശതരൂപ. കശ്യപ മഹർഷി ദിതിയുടെ കഥ കൂടെ നമ്മൾ കണ്ടു അല്ലേ. ഇനി നമുക്ക് ഈ സ്കന്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. കപിലോപദേശം, കപിലാവതാരം.
യജ്ഞവരാഹമൂർത്തി കർമ്മത്തിൻ്റെ അവതാരമാണ്, കർമാവതാരം ആണെങ്കിൽ കപില മഹർഷി ജ്ഞാന അവതാരമാണ്. പല പല ഭഗവാന്റെ പല പല അവതാരങ്ങളുണ്ട്. ചിലതൊക്കെ അപൂർണ അവതാരങ്ങൾ, ചില പൂർണ്ണ അവതാരങ്ങൾ, അംശ അവതാരങ്ങൾ, കലാവതാരങ്ങൾ, സ്ഫൂർത്തി അവതാരങ്ങൾ, ആവേശ അവതാരങ്ങൾ, അങ്ങനെ പല പല രീതിയിലുള്ള അവതാരങ്ങളുണ്ട്. ചിലത് അതിൻ്റെ ഉദ്ദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോകും. അതുപോലെ ഒരു അവതാരമായിരുന്നു ഏത്? യജ്ഞവരാഹ അവതാരം. ഉദ്ദേശം പൂർത്തീകരിക്കപ്പെട്ടു, പിന്നീട് ഭഗവാൻ മറഞ്ഞു എന്ന് പറയും. അപ്പം അത് കർമാവതാരം. കപില മഹർഷിയുടെ ആ ഒരു സന്ദർഭത്തിലേക്ക് നമുക്ക് തിരിക്കാം.